ഇത്രയും പ്രായമുള്ള ഒരു ലേഡി ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യലാം? ഓക്കെ, 1988 തൊട്ടേ ഹെവി ലൈസൻസ് ഉള്ള ആളാണ്. അമ്മയോട് 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആകണത്. മക്കളെ വളർത്തി കുടുംബം നോക്കി അതൊക്കെ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ അപ്പൊ നമ്മൾ കുറച്ച് ഫ്രീ ആകണത് ആ സമയത്താണ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നത് ആഡംബരമാണ് എന്നൊരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു ആവശ്യമാണ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ പല കാര്യങ്ങളും നടക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള നിർബന്ധമാണ്. പലരും പുറം രാജ്യത്തും നമ്മുടെ നാട്ടിലും ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ജോലിക്ക് കയറുമ്പോഴേ ആദ്യം ചോദിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഉള്ള ജോലി, ഇല്ലാത്തവർക്കില്ല ജോലി. ഇപ്പം GCC കൺട്രീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൺട്രീസിലുള്ളവർക്കൊക്കെ അറിയാം ലൈസൻസ് എന്നത് എന്തുമാത്രം പ്രാധാന്യമാണ്. കാരണം ലൈസൻസിൻ്റെ പേരിൽ പല ജോലികളും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ലൈസൻസ് എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ്. പണ്ടൊക്കെ മിക്സിയും റെഫ്രിജറേറ്ററും ഒക്കെ ആഡംബരമായിട്ട് കരുതിയിരുന്ന കാലത്ത് നിന്നും അതൊരു ആവശ്യമാണ് എന്നുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ആവശ്യമുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും ലൈസൻസ് എടുക്കുന്ന കാര്യങ്ങൾ പറയുന്നു, ഓ ഇനി എനിക്ക് വയ്യ, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഇനിയും എന്നുള്ളൊരു കാര്യം എന്താണെന്നാണ് മനസ്സിലാകാത്തത്. ഇനിയും എന്നുള്ളൊരു കാര്യമില്ല. കാരണം ഏത് പ്രായത്തിലും ആർക്കും സ്വന്തമാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ലൈസൻസ് എന്നതിനുള്ളൊരു ഉദാഹരണമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് ചാനൽസ് വഴിയൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു മുഖമാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അതായത് ഏകദേശം 70 വയസ്സിന് ശേഷവും എല്ലാ വാഹനങ്ങളും ഏകദേശം 11 മുകളിൽ ലൈസൻസ് സ്വന്തമായിട്ടുള്ള ഒരു അമ്മയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നേരത്തെ തന്നെ അമ്മയ്ക്ക് അർഹിക്കപ്പെട്ട അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. അതായത് 12 ലൈസൻസ് സ്വന്തമാക്കിയിട്ടുള്ള ആൾ എന്ന രീതിയിൽ. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇൻസ്പിറേഷണൽ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ 2022 തന്നെ അത് സ്വന്തമാക്കി. അതിനുശേഷം റീസെൻ്റ്ലിയാണ് നമ്മൾ വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നതെങ്കിലും അതിന് മുമ്പേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ JCB എന്ന ബ്രാൻഡിൻ്റെ അംഗീകാരങ്ങളും അത് പല ബ്രാൻഡ്സിൻ്റെ അംഗീകാരങ്ങളും ട്രോഫീസും ഒക്കെ ധാരാളം നമുക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് അമ്മയെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ഓരോ എക്സ്പീരിയൻസുകൾ ചോദിക്കാം. അതായത് ഏകദേശം 40 വർഷത്തോളമായിട്ട് ലൈസൻസ് സ്വന്തമാക്കിയതിൻ്റെ, അതും ഇത്രയും ലൈസൻസുകൾ ഒരുമിച്ച് സ്വന്തമാക്കിയതിൻ്റെ എക്സ്പീരിയൻസും അന്നത്തെയും ഇന്നത്തെയും വാഹന കൾച്ചറിൽ വന്ന വ്യത്യാസങ്ങളെ പറ്റിയും കുറച്ച് രസകരമായ കുറച്ച് ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മണിയമ്മയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കുറേ ചാനൽസിലും കുറേ വീഡിയോസിലും നമ്മൾ കണ്ട സുപരിചിതമായിട്ടുള്ള മുഖമാണ് മണിയമ്മയുടേത്. അമ്മേ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും മണിയമ്മയുടെ വീഡിയോ ചെയ്തപ്പോൾ നമുക്കും ഒരു എക്സ്പീരിയൻസ്, നമുക്കും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് തോന്നി. അതിനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ A to Z എന്ന ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഏത് വർഷമായിരുന്നു ഈ ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, 79-ൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 40 വർഷം മുകളിലായിട്ടുണ്ട്. അപ്പം അന്ന് അതിന് മുന്നേ ലൈസൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ലൈസൻസ് ഇല്ല. ഓക്കെ, ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതിന് ശേഷമാണ്. ഓക്കെ, ഡ്രൈവിംഗ് സ്കൂൾ അന്നെന്ന് പറഞ്ഞാൽ ഹെവി ഡ്രൈവിംഗ് സ്കൂളാണ് ആദ്യം തുടങ്ങിയത്. ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ മാത്രമേ നമുക്ക് ഇവിടെ പറ്റുള്ളൂ. അപ്പോൾ മംഗലാപുരത്ത് പോയി ലേണേഴ്സ് എടുത്തുകൊണ്ട് വന്ന ആൾക്കാർക്കാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. എന്നിട്ട് മംഗലാപുരത്താണ് ടെസ്റ്റ് കൊടുത്തിരുന്നത്. ഇവിടെ ഇല്ല. അങ്ങനെ ഒരു 79-ലൊക്കെ ആയപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കേരളത്തിന് ഒരു ഹെവി ഡ്രൈവിംഗ് സ്കൂൾ കൊടുത്തുകൂടാ, അത് ഇവിടെ നമ്മൾ മിനിസ്റ്റർ ലെവലിൽ വരെ അന്വേഷിച്ചിട്ട് അത് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ കേസ് ഫയൽ ചെയ്ത് കേരളത്തിനുള്ള ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ എൻ്റെ പേരിലാണ് അനുവദിച്ചത്. അതിന് ശേഷമാണ് ഞാൻ 81-ല് ഈ 4 വീലറിന്റെ ലൈസൻസ് എടുക്കണത്. ഓക്കെ, അപ്പം അന്ന് ലൈസൻസ് ഉണ്ടാവണം ഇങ്ങനൊരു അന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാ, 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇൻസ്ട്രക്ടർ ഉണ്ടായാൽ മതി. പിന്നെയാണ് നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ട് വന്നത്. ഓക്കെ, അപ്പം അന്ന് ലൈസൻസ് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ എങ്ങനെയാണ് വന്നത്? അതായത് ആ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ആർക്കും തന്നെ വളരെ ഒരു ചെറിയ ശതമാനം, അല്ല ആർക്കും ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം,
അന്ന് എങ്ങനെ അതിനോടൊരു ആഗ്രഹം തോന്നി? മീൻസ് ലൈസൻസ് ആഗ്രഹം തോന്നിയതല്ല, എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു കണക്കുകൂട്ടലുകൾ, അതായത് ഈ ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെയെല്ലാം വേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ. ഞാനന്ന് വളരെ പ്രായം കുറഞ്ഞ് ഇതിനെപ്പറ്റി ഒരു ബോധവും ഇല്ലാത്ത ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് നമുക്ക് അംബാസഡർ കാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അംബാസഡർ കാറിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് അന്ന് ലൈസൻസ് എടുത്തിട്ടുള്ളത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 4 വീലർ എടുത്തൊരു 3 വർഷം കഴിഞ്ഞാലേ ഹെവി എടുക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ 4 വീലർ ആദ്യമായിട്ട് പുള്ളിക്കാരൻ എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് എടുപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം 4 വീലർ എടുത്തു. ആ സമയത്ത് തന്നെ 3 വർഷം കഴിഞ്ഞ് ഹെവി എടുത്തോ? ഹെവി 3 വർഷമല്ല, അതിൽ കൂടുതലായി. അത് കഴിഞ്ഞിട്ട് 88ലാണ് ഹെവി എടുത്തു. ഓക്കെ. 1988 തൊട്ടേ ഹെവി ലൈസൻസ് ഉള്ള ആളാണ്. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ട്രക്കിന്റെയും ഇപ്പൊ ബസ് അല്ല ഒറ്റ ലൈസൻസ് ഉള്ളൂ. ഓക്കെ. അല്ല അന്നൊക്കെ ആളുകൾ ആ വണ്ടികളൊക്കെ ഓടിക്കുന്നവർ മംഗലാപുരത്ത് പോയി ലൈസൻസ് എടുത്തിട്ടാണ് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചിരുന്നത്. അന്ന് ഐലൻഡ് ട്രാൻസ്പോർട്ട്സ് നമുക്ക് ഷിപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം കൊല്ലത്തോട്ടൊക്കെ കൊണ്ടുപോകണ ഭയങ്കര ഒരു ഡ്രൈവേഴ്സിന്റെ ആവശ്യകത ധാരാളമായിരുന്നു. പക്ഷെ അന്ന് സാധാരണക്കാരാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വന്നത്. ഇപ്പൊ ഡ്രൈവിംഗ് പണിക്ക് തന്നെ വന്നത് സാധാരണക്കാരാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും വരും. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ളവരാണ് ഡ്രൈവർ പണിക്ക് വരുന്നത്. അപ്പൊ അവർക്കൊന്നും ഈ മംഗലാപുരത്ത് പോയി ഇത് ലൈസൻസ് എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു താങ്ങാനാവൂല. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് എത്തിപ്പെട്ടത്. അപ്പൊ അന്ന് എന്തായിരുന്നു അവർ തടസ്സം പറഞ്ഞത്? കേരളത്തിൽ ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് ഹെവി പാടില്ല, എന്താണ് തടസ്സം പറഞ്ഞതെന്നൊന്നും എനിക്കത്ര അറിയില്ല. അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. ഇവിടെ കോടതിയിലൊക്കെ പോയിട്ട് അങ്ങനെ കുറെ നാള് കേസ് പറഞ്ഞു. ഒരു 2 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൽ നേടിയെടുക്കുമായിരുന്നു. ഓക്കെ. അപ്പം അമ്മ ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടി ഏതായിരുന്നു? അംബാസഡർ കാറാണ്. ടൂറിസ്റ്റ് ടാക്സി, പിന്നെ സ്വന്താവശ്യത്തിനായിട്ട് വണ്ടി, അതൊക്കെ അംബാസഡർ ആണ്. അന്ന് അംബാസഡർ കാറാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്ന വണ്ടി. അപ്പൊ അതാണ് ആദ്യമായിട്ട് ഓടിക്കുന്നത്. 2 വീലറും എല്ലാത്തിലൂടെ കൂട്ടിയാ അതാണ് ആദ്യം ഓടിക്കുന്നത്. 2 വീലറൊക്കെ പിന്നെ ഒരു 93 ആയപ്പോഴാണ് 2 വീലർ. ആദ്യം 4 വീലർ, പിന്നെ അത് കഴിഞ്ഞ് ഹെവി, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വന്തമായിട്ട് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാണ് 2 വീലറിലോട്ട് തുടങ്ങിയത്. അപ്പൊ 2 വീലറിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിയതോ? 93ലാണ്. 93 കിട്ടി. ഓക്കെ. ഈ ഹെവി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് 2014ലാണ് ഞാൻ ഈ ഹെവി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പലതരം വാഹനങ്ങളും അങ്ങനെ ആ ഒരു സ്റ്റേജ് വന്നപ്പോൾ അതും എല്ലാവരും എടുത്തു. അതുകൊണ്ട് മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ഈ ലൈസൻസ് എടുത്തിട്ടുണ്ട്. പ്രായമാകാത്തവർ മാത്രമേ എടുക്കാതെ ഉള്ളൂ. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഈ വീട്ടിൽ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ ലൈസൻസും ഉണ്ട്. എല്ലാ ലൈസൻസും ഉണ്ട്. ഓക്കെ. അമ്മയ്ക്ക് എത്ര ലൈസൻസ് ഉണ്ട്? എനിക്ക് 12. ഇപ്പോഴത്തെ ലൈസൻസിൽ 11 കാണുള്ളൂ. 12. അത് എന്തിന്റെ ഒക്കെയാണ്? 4 വീലർ, ബസ്, ലോറി, 3 വീലർ, 2 വീലർ, ക്രെയിൻ, റോഡ് റോളർ, ഫോർക്ക് ലിഫ്റ്റ്, എക്സ്കവേറ്റർ, പിന്നെ ഹസാഡസ്, ട്രെയിലർ. ഓക്കെ. എല്ലാത്തിന്റെയും ലൈസൻസ് ഉണ്ട്. അപ്പം ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ വണ്ടി ഓടിച്ചിട്ടുള്ള ഏതാണ്? എത്ര ടയറിന്റെ വണ്ടി? ട്രെയിലർ ആയിരിക്കുമല്ലോ ഏറ്റവും വലിയ വണ്ടി. എത്ര ടയറിന്റെ ഒക്കെ ഉള്ളതാണ്? അത് 20+. 40 ഫീറ്റ് വണ്ടി ഓടിച്ചു. 40 ഫീറ്റ്. 40 അടി 20 അടി. ഓക്കെ. ഞാൻ ടയേഴ്സിന്റെ ഇത് വെച്ച് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. 40 അടിയുള്ള വണ്ടി ഓടിച്ചു. ഓക്കെ. അപ്പൊ അതൊക്കെ ഓടിച്ചോണ്ടപ്പോ ഒരു കോൺഫിഡൻസ് തോന്നുന്നു. ഓക്കെ. ഒന്ന് നോക്കി അല്ല ഓടിച്ച് നല്ല ഗ്രൗണ്ടിലൊക്കെ നന്നായിട്ട് ഓടിച്ചു. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ ഇന്ന വണ്ടി എല്ലാ വണ്ടിയും ഒന്ന് ഓടിച്ചു നോക്കണമെന്നോ? അല്ലെങ്കിൽ ഇപ്പോഴായിട്ട് അങ്ങനെ ആഗ്രഹമുണ്ട്. നേരത്തെ ഒന്നും അത്ര ആഗ്രഹമില്ല. ഇപ്പൊ പുതിയ വണ്ടി ഏതെടുത്താലും ഓടിച്ചു നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പൊന്നും അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ നമ്മുടെ എക്യുപ്മെന്റ്സ് തന്നെ ഇലക്ട്രിക് ഉണ്ട്. ഹൈ റീച്ച് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സെൻസിറ്റീവ്. പണ്ടത്തെ വണ്ടികളൊക്കെ ബസ് ലോറി തന്നെ
നമുക്ക് ഈ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ തിരിക്കാനൊക്കെ വലിയ പാടാണ്. ഇല്ല ഇല്ല, ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ വണ്ടിയും നല്ല സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത്രയും പ്രായമുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ പിള്ളേർക്ക് ചെയ്തൂടെ? ഞാനിതുവരെ ബസ്സോ ട്രക്കോ ഒന്നും ഓടിച്ചിട്ടില്ല. അല്ല, പണ്ടത്തെ ഗതിയില് നമുക്ക് വലിയ വണ്ടികൾ ഓടിക്കണമെന്ന് പറഞ്ഞാൽ കുറെ കഷ്ടപ്പാടാണ്. ഒരു ഇതിനും തിരിച്ച് അതുമേലെ കിടന്ന ഒരു അഭ്യാസം കാണിച്ചാലേ വരുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, സ്റ്റിയറിംഗ് എല്ലാം നല്ല സ്മൂത്താണ്. ഇപ്പൊ ഈ ഹൈ റീച്ച് ടെലിഹാൻഡ്ലർ എന്ന് പറഞ്ഞൊരു വണ്ടിയൊക്കെ ഉണ്ട്. അത് 4 എക്യുപ്മെന്റ്സ് ആ ഒരു വണ്ടിയിലുണ്ട്. അപ്പൊ നമുക്ക് എക്സ്കവേറ്ററിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഓടിക്കാം, ഫോർക്ക് ലിഫ്റ്റിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഫോർക്ക് ലിഫ്റ്റിന്റെ ഓടിക്കാം, പിന്നെ ക്രെയിനിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഓടിക്കാം, സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ അത് ഓടിക്കാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടിയ ഈസി ആയിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ടെക്നോളജിയിൽ അല്ലേ. ഓക്കെ, അപ്പം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇന്ന ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡ്രൈവിംഗ്, ട്രക്ക് ഓടിക്കുന്നത്, ബസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും കുറച്ച് മടിച്ചിരുന്ന കാര്യമാണ്. ചെയ്തിരുന്നില്ല. ഇപ്പൊ സ്ത്രീകൾ ധാരാളം പേര് ബസ്, ലോറിയൊക്കെ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കാനായിട്ട് ലേഡീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനൊക്കെ ധാരാളം ജോലി സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ പഠിച്ച് പെണ്ണുങ്ങൾ ലൈസൻസ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു യാർഡിൻ്റെ അകത്ത് അങ്ങനെയൊക്കെയുള്ള ജോലി, ഈ ഫോർക്ക് ലിഫ്റ്റിന്റെ ജോലികൾ ഇപ്പം മാൻ പവർ വളരെ കുറവാണല്ലോ, എല്ലാവരും മെഷീനറിയാണ്. അപ്പൊ അതിനൊക്കെ ധാരാളം ജോലി സാധ്യതയുണ്ട്. ഞങ്ങളോട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ ജോലിക്കാളെ കിട്ടുമോ. ആരും രംഗത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി വരണില്ല. തീർച്ചയായിട്ടും ഈ വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഈ ഏത് ഫീൽഡിലോട്ട് അവനവന് കംഫർട്ടാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മ സമ്മതിക്കൂല, അച്ഛൻ സമ്മതിക്കൂല, ഭർത്താവ് സമ്മതിക്കൂല, അങ്ങനെ. ഇപ്പൊ എല്ലാ ഭർത്താക്കന്മാരും സ്ത്രീകൾക്ക്, എല്ലാവരും ഇല്ല, എന്നാലും കൂടുതൽ ആൾക്കാരും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണവരാണ്. അത് കൊടുക്കേണ്ടതല്ലോ അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് വരുന്നു, ആ ഒരു കോൺസെപ്റ്റ് ആയി വരുന്നു. അതെ, തീർച്ചയായിട്ടും അത് അവരുടെ അവകാശമാണ്. അതപ്പോ എല്ലാ സ്ത്രീകളും സ്നേഹത്തോടു കൂടി ചെയ്യുക, അല്ലാതെ ഒരു പകപോക്കലിന്റെ രീതിയിൽ നീ നിന്റെ പണിക്ക് പോയിക്കോ അങ്ങനെ വരരുത്. നീ പഠിക്കുക. ഇപ്പൊ എന്റെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഇത് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ എന്റെ മാത്രം ഒരു കഴിവ് കൊണ്ടൊന്നും എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. പുഷ് ചെയ്യാൻ ആളൂടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം. അതെ, തീർച്ചയായിട്ടും അവരുടെ പുഷിങ്ങിന്റെ പുറത്താണ് ഞാൻ ഈ ചെയ്യണത്. പക്ഷെ എനിക്ക് പിന്നെ ഒരു ഇതുള്ളത്, എനിക്ക് എപ്പോഴും അവരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സാണ്. എൻ്റെ കുടുംബത്തിനെ എനിക്ക് സഹായിക്കണം, എൻ്റെ പിള്ളേരെ നല്ല രീതിയിൽ കൊണ്ടുവരണം. അപ്പൊ അവർക്ക് ഞാൻ സ്നേഹവും മാതൃക ആകണമെന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതേതായാലും തീർച്ചയായിട്ടും നടക്കും, കാരണം കുറെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. എന്റെ പേരക്കുട്ടികൾ വരെ എനിക്കിപ്പോ ഭയങ്കര സപ്പോർട്ടാണ്. അത് ശരി. അവരൊക്കെ ലൈസൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളുണ്ട്. അവരൊക്കെ എന്തായാലും 18 വയസ്സ് ആയപ്പോഴേ ലൈസൻസ് ഒക്കെ എന്തായാലും എടുത്ത് കാണുമല്ലോ. അമ്മ, ഇനിയും ഞങ്ങൾക്ക് അറിയാനായിട്ടുണ്ട്. എൻ്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് കൂടുതൽ വാഹന സംബന്ധമായ വീഡിയോകളാണ്. അതിൽ എല്ലാ വാഹനങ്ങളും, സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, പുതിയ വാഹനങ്ങൾ, കുറച്ച് ലക്ഷറി പ്രീമിയം കാറ്, അങ്ങനത്തെ വീഡിയോസുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും, മണിയമ്മ ഓടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വില കൂടിയ കാർ ഏതാണെന്ന്. BMW, പിന്നെ താറ്, ബെൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഒരു ഇപ്പൊ കൈ കിട്ടുന്ന എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ധൈര്യമായിട്ട് തരുകയും ചെയ്യും അല്ലേ? തരും, തീർച്ചയായിട്ടും. മണിയമ്മ ഓടിപ്പിക്കണം തോന്നുന്നു. ആദ്യം ഒരു പേടിയെടുക്കുക ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. സ്പോർട്സ് കാർ എനിക്ക് തരാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി, അമ്മ ഓടിക്കോ. പക്ഷെ പിന്നെ ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോ അങ്ങേർക്കും ധൈര്യമായി, ഇതൊരു കൈകാര്യം ചെയ്തോളൂ. അതൊക്കെ ഓടിച്ചപ്പോ എന്ത് തോന്നി? പണ്ടുള്ള വാഹനങ്ങളിൽ നിന്ന് മാറി തീർച്ചയായിട്ടും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നടക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉള്ളതല്ല. ഇപ്പൊ ഞാനിങ്ങനെ വേറെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ എനിക്ക് നമ്മള് ടൂറിസ്റ്റ് ബോട്ടില്ലേ,
ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ട് ഓക്കെ ഓക്കെ ഹൗസ് ബോട്ടിൽ കൊല്ലത്തു നിന്നൊരു ട്രിപ്പ് പോയി. ഒരു വേറെ ആൾക്കാരുടെ ഒരു ട്രിപ്പിൽ തന്നെ അവരുടെ ഇൻവൈറ്റ് ചെയ്തു. അവര് ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് ഈ ഹൗസ് ബോട്ട് ഓടിക്കാൻ തന്നു. അത് ശരി, ബോട്ട് ഓടിച്ചു. അഷ്ടമുടി കായലിൽ കുറച്ചധികം ദൂരവും ബോട്ട് ഓടിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. അത് ശരി. എല്ലാരും ചോദിക്കും ഇനി എന്തോടിക്കാനാ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ബോട്ടൊന്നും ഓടിക്കാൻ എനിക്ക് പറ്റൂലായിരിക്കും, അതൊന്നും ഇനി ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ ഒക്കെ ഉള്ളു ഇനി ഓടിക്കാനുള്ളതല്ലേ, ബാക്കിയെല്ലാം ഓടിച്ചു കഴിഞ്ഞു. ഒരു ഇതൊക്കെ ഓടിച്ച അത് എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഹൗസ് ബോട്ട് ഇങ്ങനെ ബോട്ടൊന്നും കായലിൽ കൂടെ ഓടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അതിന് പഠിപ്പിക്കുന്ന ആളാ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്. പിന്നെ അതിന് കായലിന്റെ ചരിത്രമാണ് നമുക്ക് അറിയേണ്ടത്, ആഴം, അതൊക്കെ നന്നായിട്ട് അറിഞ്ഞിരുന്നാലേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഇത് പറഞ്ഞപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, മണിയമ്മ ഇത് ഓടിച്ചു ഭയങ്കര അനുഭവമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഒരു ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ്. കാരണം ചിലരെ ഓടിച്ചു കഴിഞ്ഞാൽ ഓടിച്ചു അത്രേ ഉള്ളൂ, പക്ഷെ ഇത് ഇന്ന വണ്ടി ഓടിച്ചു, ബോട്ട് ഓടിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് വരത്തുള്ളൂ എന്തായാലും. ഏതായാലും അതൊക്കെ ദൈവം നടത്തി തന്നു. ഓക്കെ. പിന്നെ ദൂരയാത്രകളൊക്കെ പോയിട്ടുണ്ടോ? അതായത് ദൂരയാത്രകൾ അത്രയധികം ദൂരയാത്ര നമ്മുടേതായ വണ്ടിയിട്ട് പോയിട്ടില്ല. തിരുവനന്തപുരം, നിലമ്പൂര് അത്ര ഒക്കെയുള്ള, കാസർഗോഡ് അത്യാവശ്യം ഒരു 10-300 കിലോമീറ്റർ റേഞ്ച്. അപ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതലും എല്ലാവരും വണ്ടി ഓടിക്കാൻ ക്രിസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. ഫാമിലി ട്രിപ്പ് ആയിരിക്കും. ഫാമിലി ട്രിപ്പ് മാത്രമേ ഇത്ര ദൂരം പോകാറുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും ലോങ് പോയിട്ടുള്ളത്. ഔട്ട്സൈഡ് കേരളാസ് ഒന്നും അങ്ങനെ ആവശ്യം വരുന്നില്ല. ഇല്ല, അല്ല, അത് ഒരു ബാംഗ്ലൂർ പോയി. പക്ഷെ അപ്പെന്ന് പറഞ്ഞാൽ നല്ല മഴ റീസൺ ഒക്കെ ആയിരുന്നു. മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉള്ളത് കൊണ്ട് അവര് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാരും വണ്ടി ഓടിക്കാൻ നോക്കിയിരിക്കുകയാണല്ലേ. അവർക്ക് എത്ര ഓടിച്ചാലും മതിയാവൂല. നമുക്കൊന്നും വണ്ടി തരില്ല, അങ്ങനെയാണ് അവർക്ക്. പിന്നെ നമ്മൾക്ക് ഹൈവേയിലൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ഓടിക്കാന്നല്ലാതെ ഈ റൂട്ടൊന്നും നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് അവര് തന്നെയാണ് അതൊക്കെ കൈകാര്യം. തിരുവനന്തപുരം ഒന്നും കുഴപ്പമില്ല, അങ്ങോട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ റൂട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഓരോ ജംഗ്ഷൻ ചെന്ന് അങ്ങോട്ട് എങ്ങനെയാ പോകുന്നത്, ഇങ്ങോട്ട് എങ്ങനെയാ പോകുന്നത്, റൂട്ട് മാപ്പ് ഇട്ടിട്ടല്ലേ പോണത്. എന്നാലും നമുക്ക് തെറ്റും. നമുക്ക് ഈസി ആയിട്ട് പോകാനുള്ള പല വഴികളും ഉണ്ടാവും. ഇതുവരെ പറയണ നേരെ വഴി അങ്ങനെയൊക്കെ പോകാനായിരിക്കും ഗൂഗിൾ പറയുക. എന്ത് തോന്നുന്നു ആ ഒരു മാറ്റത്തെ? അതായത് ആ ഒരു മാറ്റം എപ്പോഴും അനിവാര്യം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ എന്തോരം ഇപ്പൊ ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്ന കാലത്ത് തന്നെ എന്തോരം എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അതിൻ്റെതായ മോശം രീതികളും ഉണ്ട്. ഇപ്പൊ അമ്മയും ഇവിടുത്തെ ഓഫീസിലെ ആവശ്യങ്ങൾക്ക് സിസ്റ്റം എല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ രാത്രിയൊക്കെ വന്ന പിള്ളേരുടെ പേപ്പർ മേടിച്ച് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർ ചോദിക്കും. അവർക്ക് ഭയങ്കര ഒരു അതിശയമാണ്, നമുക്ക് ഇപ്പോഴും പറ്റുന്നുണ്ടല്ല. അതെ, ചിലരൊക്കെ ഭയങ്കര ഇതൊരു സന്തോഷത്തോടു കൂടി ചോദിക്കുക, നമ്മൾ ഇപ്പോഴും ഇതൊക്കെ ചെയ്യുമല്ലേ. ഇതൊക്കെ കാണുന്നവർക്കൊരു പ്രചോദനമാണ്. കാരണം പ്രായമൊന്നും ഒന്നിന്റെയും ഇതല്ല, വെറും നമ്പർ മാത്രമാണ് എന്നുള്ള ഒരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും ഒരു മനസ്സുണ്ടാവണം, എല്ലാത്തിനും ഒരു മനസ്സുണ്ടാവണം. നമുക്ക് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാനാണ് ഒരു ഭാവമെങ്കിൽ അത് അങ്ങനെ ആയിപ്പോവും. പക്ഷെ നമുക്ക് എപ്പോഴും പുതിയത് എന്താണ് നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക, അതാണ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു നേച്ചർ. എന്ന് വെച്ചാൽ ആവുന്നത്രയും കാലം എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാകരുത്, ഉപകാരം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം. ഓക്കെ. അപ്പം ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ എന്റെ ജീവിതചര്യ അങ്ങനെ ഒരു 5 മണിക്ക് എണീക്കും, 5:30 നടക്കാൻ പോകും, 6:15 വരെ നടന്നിട്ട് വരും. അങ്ങനെ എൻ്റെ ദിനചര്യകൾ മിക്കവാറും ഞാൻ എൻ്റെ കൺട്രോളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സമയത്ത് ഭക്ഷണം കഴിക്കും, എന്ത് അത്യാവശ്യത്തിനാണെങ്കിലും പുറത്തും പോകും. അപ്പം വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട, മകനോടോ കൊച്ചുമക്കളോടോ ഒന്നും പറയാൻ പോകണ്ട, തന്നെ വണ്ടി എടുക്കാൻ പോവുക അല്ലേ. എനിക്ക് ഞാൻ ഇപ്പോഴും ഈ കറിയെല്ലാം ഉണ്ടാക്കിയിട്ടൊക്കെ വേണം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും രാവിലെ തന്നെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഞാൻ പിന്നെ ഫ്രീ ആകുമല്ലോ.
കാലം മാറി പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ മാറി മാറി ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളിലോട്ടായി. അതിനെപ്പറ്റി എന്താണ്? അപ്പം അന്ന് തൊട്ട് വാഹനങ്ങളുടെ എവല്യൂഷൻ കണ്ട് വരുന്ന ഒരാളെന്ന്, ശ്രദ്ധിച്ചു വരുന്ന ആളെന്ന സ്ഥിതിക്ക് വളരെ ഇപ്പൊ ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ ഇല്ല, വളരെ കംഫർട്ടാണ്, പിന്നെ വളരെ സ്മൂത്താണ് ഇപ്പോഴത്തെ വണ്ടി. ഇലക്ട്രിക് ഇപ്പൊ നമ്മളിവിടെയുള്ള ഹൈ റീച്ച് എന്ന് പറയുമ്പോ ഫോർക്ക് ലിഫ്റ്റിന്റെ ഒരു ഇലക്ട്രിക് കാർ ഓടിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് വണ്ടികൾ ധാരാളം ഓടിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? അത് വളരെ സാധാരണ ലേഡീസിന് ഈ ഒന്നാമത് ചെറിയ ദൂരം ക്ലച്ച് ചവിട്ടി കാല് പോകുന്ന ആ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത്. ഇപ്പൊ എന്നോട് പലരും വാഹനങ്ങൾ എടുക്കുന്നവർ ചോദിക്കാറുണ്ട് ഏത് വണ്ടി എടുക്കണമെന്നുള്ള. ഒരു വണ്ടിയെ പറ്റി സംസാരിക്കാറുള്ളൂ. മാനുവൽ എന്ന് പറയുന്നവരോട് ഞാൻ പറയും മാനുവൽ എടുക്കണ്ട, ഇനിയും ഓട്ടോമാറ്റിക് എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മാനുവൽ മതി, അത് തന്നെ ഓടിക്കണം നിർബന്ധമുള്ളവർ മാത്രം മാനുവൽ എടുത്താൽ മതി എന്നാണ് ഞാൻ പറയാറുള്ളത്. തീർച്ചയായിട്ടും മാനുവൽ തന്നെ ഓടിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർ മാത്രം മാനുവൽ എടുക്കുക. പക്ഷെ ചിലർ പറയുന്നത് എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാൻ പേടിയാണെന്ന്. ചെറിയ പിള്ളേര് ഒന്നും ഓട്ടോമാറ്റിക്കിലോട്ട് വരണില്ല. ചെറിയ പിള്ളേർക്ക് എപ്പോഴും മാനുവൽ വണ്ടിയാണ് ഇഷ്ടം. അത് അവർക്ക് പേടിയാണ്. മീൻസ് പലരും പറയാറ് എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാൻ പേടി, എനിക്ക് പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഓട്ടോമാറ്റിക് സ്ത്രീകൾക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നുന്നത് അവർക്ക് ഒന്നാമത് എല്ലാവർക്കും ഈ ക്ലച്ച് ചവിട്ടി കാലിന്റെ പ്രശ്നം, ഒരു നമ്മുടെ റോഡും നമ്മുടെ ട്രാഫിക്കും കാല് കൊടുത്ത് അങ്ങനെ പോകാൻ പറ്റിയ ഒരു വഴിയല്ലല്ലോ. അപ്പൊ ക്ലച്ച് ചവിട്ടി ഇങ്ങനെ ഇരിക്കണം. പിന്നെ അതിനിടക്ക് ഗിയർ മാറല് ഇതൊന്നും സ്മൂത്തായിട്ട് നടക്കൂല. രണ്ട് കൈയും രണ്ട് കാലും ഒരേ സമയത്ത് പ്രവർത്തിക്കണം എന്നാലേ. അപ്പൊ അതിന് അത് വെച്ച് നോക്കുമ്പോ എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആണ് നല്ലത്. അങ്ങനത്തെ ഒരു കാലത്ത് മാനുവൽ വേണമെന്ന് നിർബന്ധമില്ലാത്തവർക്ക്. പിന്നെ ഇലക്ട്രിക് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, എവിടെ ചാർജ് ചെയ്യും, വഴിയിലെങ്ങാനും കിടക്കുമോ അങ്ങനെ. ഇപ്പൊ അതിനും സ്റ്റേഷനൊക്കെ വന്നു തുടങ്ങി. പെട്രോൾ പമ്പ് പോലെ അതും വരും, എല്ലായിടത്തും അവൈലബിൾ ആകും. പിന്നെ ലൈസൻസ് ഉള്ള കുറേ പേര് അത് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ലൈസൻസ് കയ്യിലുണ്ട്, പക്ഷെ ഉപയോഗിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു പാക്കേജ് ഇവിടെ ഒരു പാക്കേജ് ഉണ്ട്. വൺ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം സമയമില്ലാത്തവരുണ്ടാവുമല്ലോ ധാരാളം, ജോലിയുള്ളവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഒരു വൺ ഡേ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കൊടുക്കും. പിന്നെ അത് വൺ ഡേ ചിലർക്ക് ഭയങ്കര ഒരു പേടിയായിരിക്കും, ഇത്ര നേരം ചെയ്യണ്ടേ, 6 മണിക്കൂറാണ് അത് കൊടുക്കുന്നത്. അത് 2 ദിവസമായിട്ട് കൊടുക്കും. അങ്ങനെ പിന്നെ 1 വീക്ക് പ്രാക്ടീസ് ഉണ്ട്. 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഈ സമയം തന്നെ അത് ഒരാഴ്ച കൊണ്ട് എടുത്തു കൊടുക്കും. 1-2 മണിക്കൂർ വെച്ചിട്ട് 1.5 മണിക്കൂർ വെച്ചിട്ട് 6 ദിവസം എടുത്തു കൊടുക്കും. അപ്പം ആ ആഴ്ച കൊണ്ട് അത്ര നാളുകൊണ്ട് നല്ലതായിട്ട് ഓടിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ പഠിപ്പിക്കും. പേരും അത് തന്നെയാണ്, A to Z ഡ്രൈവിംഗ് സ്കൂൾ. എന്ന് വെച്ചാൽ ഇപ്പോ പുതിയ തരം വാഹനങ്ങളാണ്. പണ്ട് നമ്മളൊരു കാറിലോട്ട് അങ്ങോട്ട് കയറി ഇരിക്കുക, സ്റ്റിയറിംഗ് തിരിക്കുക, ഓൺ ചെയ്യുക, പോവുക. ഇപ്പൊ അങ്ങനെയല്ല. അതിന്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, മിറർ അഡ്ജസ്റ്റ് ചെയ്യണം, ഹസാർഡസ് ലൈറ്റ് മാറ്റണം, അങ്ങനെ ഇത് നമ്മള് എന്താ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് തന്നെ പലതും പല വണ്ടികളിലും പലതും. അങ്ങനെയുള്ള എല്ലാ കാര്യം തൊട്ട് ഒരു വണ്ടിയിൽ കയറി ഇരിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങിയുള്ള അതിൽ നിന്ന് ഇറങ്ങി പോയി വണ്ടി ഓഫ് ചെയ്യണ വരെയുള്ള കാര്യങ്ങള് എല്ലാം പഠിപ്പിച്ചു. അതിനിടക്ക് നമ്മൾ സിമുലേറ്റർ ക്ലാസ് എടുത്ത് കൊടുക്കും. എന്നുവെച്ചാൽ കുറെ കാലമായിട്ട് വണ്ടി ഓടിക്കാതെ വരുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആവില്ല. അപ്പൊ അത്ര നേരം വണ്ടി ഓടിപ്പിച്ച് അവരെ നമുക്ക് എടുക്കാനുള്ള സമയമില്ല. അപ്പൊ അവർക്ക് കുറച്ച് നേരം സിമുലേറ്ററിൽ ക്ലാസ്, അപ്പൊ സ്റ്റിയറിംഗ് സ്റ്റഡി ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ കയറ്റത്തിൽ കയറ്റി നിർത്താനും. ഇപ്പൊ ഒരു വണ്ടി ഇച്ചിരി കയറ്റത്തിൽ കയറുമ്പോൾ നമ്മളത് ക്ലച്ച് ഓഫ് ചെയ്ത് കൊടുത്ത് ആ ക്ലച്ചിൽ കാല് നിർത്തി അത് അങ്ങനെ അതെന്ന് വെച്ചാൽ വണ്ടി ഇറങ്ങി പോകാതെ അത് ആ സിസ്റ്റം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പാർക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഇറക്കുന്നത്. വളരെ നമ്മളതിന്റെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. യൂസ് ആയോ എന്ന് ഒട്ടേറെ പേര് അങ്ങനെ വളരെ 1-2 പേരെങ്ങാനും ആകാതെ ഉള്ളൂ. ബാക്കി എല്ലാവരും തന്നെ വളരെ സാറ്റിസ്ഫാക്ഷനോട്.
പലർക്കും ഇപ്പോഴത്തെ വണ്ടിയിൽ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഓടിക്കാൻ മാത്രം അറിയാം. അതിൻ്റെ ഇപ്പം റിയർ ബാക്കിലത്തെ വൈപ്പർ പ്രവർത്തിപ്പിക്കാൻ അറിയാറുണ്ടാവില്ല, അല്ലെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ പല കാര്യങ്ങളും വെള്ളം യൂസ് ചെയ്യാൻ അതൊന്നും അറിയാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഓയിൽ നോക്കാൻ അങ്ങനെയുള്ള എഞ്ചിന്റെ കാര്യങ്ങൾ ലെവൽ ചെക്ക്, വാഷർ ഫ്ലൂയിഡ് ഫില്ലിങ് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം കുറച്ച് അടുത്തിടെയാണല്ലോ മണിയമ്മ മീഡിയാസിന്റെ ഫ്രണ്ടിലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇപ്പം ഇത്രയും വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, അന്നൊന്നും നോർമലായിട്ട് തന്നെ പോയി. പക്ഷെ ഇപ്പോൾ ഇത് ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു ആളുകളൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? അത് ആൾക്കാരുടെ ഒരു ഇൻസ്പിറേഷൻ. ഇത്രയും പ്രായമുള്ള ഒരു ലേഡി ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യില്ല. അപ്പൊ അവർക്കത് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ മീഡിയക്കാരെല്ലാവരും ആ ഒരു ഇതിലോട്ട് എന്നോട് ഭയങ്കരമായിട്ട് തന്നെ ഇങ്ങനെ അവരും എന്നെ ഇൻസ്പിറേഷൻ ചെയ്യുന്നില്ല. അതൊക്കെ ഒരു സന്തോഷം. ഞാനും ഒരു ഇൻസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ എല്ലാവർക്കും. ഇത്ര പ്രായമുള്ള ഒരു ലേഡിക്ക് ഇതൊക്കെ ആകാമെങ്കിൽ എനിക്കും പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. ഒരു തോട്ടം ഉണ്ടാകണത് തന്നെ വലിയൊരു കാര്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ലേഡീസ് എന്നല്ല, ജെന്റ്സിനും ഉണ്ട് അങ്ങനെ. വണ്ടിയൊക്കെ വീട്ടിലുണ്ടാവും, മക്കളൊക്കെ വണ്ടി എടുത്തിട്ടുണ്ടാവും. എന്നാൽ മക്കളൊക്കെ ജോലിക്ക് പോയാൽ ഈ വണ്ടി വെറുതെ അവിടെ കിടക്കണായിരിക്കും. അപ്പൊ നമ്മളതൊന്ന് പഠിച്ചാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാമല്ലോ എന്നുള്ള അങ്ങനത്തെ മോൻ വന്നിട്ട് പോകാം, മോൾ വന്നിട്ട് പോകാന്നുള്ള വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, അങ്ങനെ ഒരു ചിന്തപ്പാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പലർക്കും. യാത്രകൾ പോകാനാണെങ്കിലും അതൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായിരിക്കുമല്ലോ സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലേ? ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ വുമൻസ് ഡേയോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രത്യേകിച്ച് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, സ്ത്രീകൾ എല്ലാവരും ഏത് രംഗത്തും വന്നാൽ പ്രത്യേകിച്ച് ഒരു വണ്ടിയോ ലൈസൻസോ അത് മസ്റ്റാണ് എല്ലാവർക്കും. എന്ത് ജോലിക്ക് പോകണമെങ്കിലും സമയമാണ് ഏറ്റവും കൂടുതൽ. അപ്പം നമ്മളുടെ സമയം ലാഭിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം, സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടാവണം. അതാണ് നമുക്ക് കൂടുതലും വേണ്ടത്. അപ്പൊ സ്ത്രീകൾ എല്ലാവരും ഈ രംഗത്തോട്ട്, അതായത് ഇപ്പൊ 2 വീലർ 4 വീലർ മാത്രമല്ല, കൂടുതലായിട്ടുള്ള എല്ലാ വണ്ടികളും, അതായത് ഫോർക്ക് ലിഫ്റ്റ്, ബോബ് ക്യാറ്റ് അങ്ങനെയുള്ള ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ധാരാളം വണ്ടികളുണ്ട്. ഇപ്പൊ എക്സ്കവേറ്റർ എന്ന് പറയുന്ന ലൈസൻസ്, ആ എക്സ്കവേറ്റർ നേരത്തെ അതുകൊണ്ട് പണിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പൊ പക്ഷെ അതൊക്കെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിലോട്ട് എല്ലാവരും കടന്നു വന്നാൽ നല്ലതായിരിക്കും. ഒരു ജോലി തന്നെ പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കാതെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് നമുക്ക് അതിനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും. സ്ത്രീകളാണ് എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റില്ല അങ്ങനെ വിചാരിക്കരുത്. അത് ഏത് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തും വിചാരിക്കുക. അപ്പം പറയാ പണ്ടായിരുന്നെ നോക്കായിരുന്നു, ഇപ്പൊ 10-40 വയസ്സായില്ല എന്ന് പറയുന്ന വീട്ടമ്മമാരുണ്ട്. അവർക്കൊക്കെ ഇതൊരു 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആകണത്. മക്കളെ വളർത്തി കുടുംബം നോക്കി അതൊക്കെ അങ്ങനെ. അപ്പൊ നമ്മൾ കുറച്ച് ഫ്രീ ആകണത് ആ സമയത്താണ്. പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ട ഒരു സമയമായിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമ്മളെ തൊഴിലിനെ പറ്റി അന്വേഷിക്കാം. മുമ്പെന്ന് പറഞ്ഞാൽ അധ്വാനം കൂടുതലായിരുന്നു ഈ വണ്ടികളൊക്കെ ഓടിക്കാൻ. ഇപ്പൊ അത്ര അധ്വാനങ്ങളൊന്നും തന്നെയില്ല. ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് കൈകാര്യം ചെയ്യുന്ന പോലെയുള്ള ലാഘവത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡ്രൈവിംഗ്. പിന്നെ കുറച്ച് അലേർട്ട് ആയിരിക്കണം എല്ലാ ഭാഗത്തും. അത് എന്ത് ചെറിയൊരു പണിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ. ഇപ്പൊ പച്ചക്കറി അരിയുമ്പോൾ പോലും ആ പിച്ചാത്തി നന്നായിട്ട് പിടിച്ചില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈമുറിയും, അത് വേറെ കാര്യം. അതുപോലെ തന്നെ ഏത് തൊഴിലിനും അതിൻ്റെതായ നമ്മളൊരു പണി ചെയ്യുമ്പോൾ അത് ഇപ്പൊ അടുക്കളയിൽ തന്നെ തീ കൂടുതൽ കത്തിവെച്ച് വെച്ച് എന്തെങ്കിലും പാകം ചെയ്താൽ അത് പാകപ്പിഴയാണ്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണ പോലെ തന്നെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങളും. എല്ലാ ഇടത്തും നമ്മളെ കണ്ണുണ്ടാവണം, മനസ്സുണ്ടാവണം. ഓക്കെ. അപ്പം ഒരു ഉദ്ദേശിച്ചത് ഈ അടുക്കള ജോലികളും പച്ചക്കറി അരിയുന്നതും അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതും സുഖമായിട്ട് പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് മണിയമ്മ തന്നത്. അപ്പോൾ വളരെ നന്ദി. നമുക്ക് നല്ലൊരു പ്രചോദനം എല്ലാ ആളുകൾക്കും കൊടുക്കാനായിട്ട് പറ്റി. പലർക്കും ഇത് ഭയങ്കര ഉപകാരപ്രദമായിട്ടുണ്ട്. അവർക്ക് ലൈസൻസ് എടുക്കാത്തവർക്ക് എടുക്കാനും
തൊഴിൽ മേഖല ഇപ്പോൾ വണ്ടി എന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ലൈസൻസ് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസും കണ്ടൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.